നിങ്ങൾ ഈ കാണുന്ന ചെടികളൊക്കെ ഞാൻ വർഷങ്ങളായിട്ട് കളക്ട് ചെയ്ത ചെടികളാണ്. ഈ ചെടിയൊക്കെ നടുമ്പോൾ ഒരു ചെടിയായിട്ടാണ് നട്ടെ. ഇന്നിപ്പോൾ ആ ചട്ടി നിറയെ ആ ചെടിയുടെ കൂമ്പുകൾ വന്നേക്കണ കണ്ടോ. ഇതിൽ നിന്ന് ഒരു തൈ ഞാൻ പറിച്ചു മാറ്റി വേറെ നടുന്നുണ്ട്. ബേർഡ് നെസ്റ്റ് സ്നേക്ക് പ്ലാന്റ് എന്നൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ജോലി തിരക്ക് കാരണം ചെടികളൊന്നും നോക്കാൻ പറ്റാറില്ല എന്ന് പറയണവർക്ക് ഈ ഒരു ചെടി ബെസ്റ്റാണ്. ആഴ്ചയിൽ ഒരു ദിവസം ഒന്ന് നനച്ചു കൊടുക്കുക, അല്ലെങ്കിൽ വേണ്ട 2 ആഴ്ച കൂടുമ്പോൾ ഒരു പ്രാവശ്യം നനച്ചു കൊടുക്കുക. ചെടിക്ക് യാതൊരു പ്രശ്നമില്ലാണ്ട് ഇരിക്കണ കാണാം. പിന്നെ ഓവറായിട്ട് ചെടീനെ സ്നേഹിക്കണവർ ഓവറായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകും. ഞാൻ പ്രത്യേകിച്ച് പോട്ടി മിക്സ് ഒന്നും യൂസ് ചെയ്യണില്ല. സാധാരണ മണ്ണ് മാത്രമാണ് ഉപയോഗിക്കണത്. ഒരു റിച്ച് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലൊരു വൈറ്റ് സെറാമിക് പോട്ട് എടുത്തിരിക്കണത്. ഒരു ഉച്ച വരെയുള്ള വെയിലൊക്കെ ഈ ഒരു പ്ലാന്റിന് എന്തായാലും ടോളറേറ്റ് ചെയ്യാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ ഷെയ്ഡിലോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന എവിടെ വേണമെങ്കിലും ഈ ഒരു പ്ലാന്റ് നമുക്ക് നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും. ഇതിനെ ലീക്ക ബോൾസ് എന്ന് പറയും. ഈ പ്ലാന്റ് എല്ലാം നട്ടതിന് ശേഷം നമ്മളിപ്പോൾ ഇൻഡോർ ആണ് വെക്കണമെന്നുണ്ടെങ്കിൽ ഈ ലീക്ക ബോൾസ് അല്ലെങ്കിൽ ക്ലേ ബോൾസ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ടോപ്പ് ലെയർ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ കാണാൻ കുറച്ചും കൂടി എസ്തെറ്റിക് ലുക്കൊക്കെ ഉണ്ടാവും. ഈ സാൻസവേരിയുടെ കുറച്ച് വെറൈറ്റീസ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ പല വീഡിയോസിലായിട്ട് നിങ്ങളെ കാണിച്ചു തരാം. എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പോയി നോക്കും, ഇത് വെച്ചിരിക്കുന്നത് ഓക്കെ ആണോ, ഭംഗിയുണ്ടോ എന്നൊക്കെ. ഈ ഒരു വൈറ്റ് കോമ്പിനേഷൻ എങ്ങനെയുണ്ട്. പിന്നെ എൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാലോ, ഞാൻ ചിലപ്പോൾ 2 ആഴ്ച കഴിയുമ്പോൾ ഇതൊന്ന് മാറ്റിന്ന് വരും.